ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട വെച്ചിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ് ചെയ്യുന്നത്. പൊതുവേ ഇങ്ങനത്തെ സ്നാക്കുകൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യൽ, പക്ഷേ മുട്ട വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചിക്കൻ കിട്ടണമെന്നില്ല, ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട, 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കമൻറ്റ് ഇടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും 3 പച്ചമുളകും ചേർക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 2 സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മിക്സ് ആക്കുക. എന്നിട്ട് നമ്മളിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുണ്ടായത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ ഒരു ഗരം മസാലയുടെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മുട്ട ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 മുട്ടയാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ കാണുന്ന വീഡിയോയിലുണ്ട്. ഇതുപോലത്തെ നൈസായിട്ടുള്ള ഗ്രേറ്റർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ചെറുതായിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ വെള്ളത്തിന് ആവശ്യമുള്ള മൈദപ്പൊടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ആ ഒരു ഫുൾ മാവ് ഉണ്ടല്ലോ, അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് ഇതാ കുറച്ച് പൊടി വിതറിയിട്ട്, മൈദപ്പൊടിയാണ് വിതറി കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കണം, തിക്നെസ് വേണ്ട. അപ്പോൾ പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ആ ഭാഗം ഒന്ന് മാറ്റാം. ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് എടുക്കാം. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് കവർ ചെയ്യാം. ഒരു ഹാഫ് മൂൺ ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. മൈദ ആയതുകൊണ്ട് ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് വെക്കുക, അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചതിലും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസിലും ഞാനിത് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു മുട്ട മതി, ഒരു മുട്ട തന്നെ ധാരാളം. ഒരു 5 ബ്രെഡ് പൊടിച്ചതാണിത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അവസാനം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം ഓയിൽ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. വേവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഓയിൽ കുടിക്കുന്ന പ്രശ്നവുമില്ല. ഇപ്പോൾ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് ഹാഫ് മൂൺ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. ഉള്ളിൽ ആ ഒരു പപ്സിൻ്റെ മസാലയും പിന്നെ പുറത്ത് ചിക്കൻ റോളിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. നല്ല സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്